वैगो से मेले नकरा हम वहाँ जाने वाले हैं, हम वहाँ जाने वाले हैं। हेलो, इधर देखो स्नोफॉल। वाओ, अच्छा है ना? अच्छा है ना बोलो। ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തോന്നുന്നു അറിയില്ല. നല്ലൊരു ഇൻട്രോ എടുക്കാൻ തുടങ്ങിയത് നശിപ്പിച്ച്. ഇല്ല, ശ്വാസമൊക്കെ പൊക്കോളൂ. ഇത്രയും കിലോമീറ്റർ അപ്പുറത്ത് മഞ്ഞ് കണ്ടപ്പോഴെങ്കിലും അങ്ങനെ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അന്ന് അവിടുന്ന് വെക്കേറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഇനി നമ്മൾ ഇപ്പം ഇവിടുത്തെ പഹൽഗാം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വൈകിട്ട് സ്ട്രെയിറ്റ് ശ്രീനഗർ പോകും. ഞങ്ങളെല്ലാം റെഡിയായി. അപ്പോൾ അപ്പുറത്തെ റൂമിൽ ചൂടുവെള്ളം ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവർ റെഡിയാവാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ലൈറ്റ് പോയി. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് വെള്ളം കിട്ടിയില്ല. അങ്ങനെ അവർ കുറച്ച് ലേറ്റായി. അപ്പം ഞങ്ങൾ പിന്നെ ബാഗെല്ലാം കൊണ്ട് വെച്ചിട്ട് നിൽക്കാമെന്ന് വെച്ചു. ഹർഷു വൈകായ സോറി. അതുണ്ടോ വൈക? മഞ്ഞുണ്ടോ? उधर देखो हर्ष, उधर देखो, उधर देखो, बर्फ देखा? हर्ष आजा, इधर नहीं. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഞങ്ങൾ ഇറങ്ങി. അപ്പം ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അവരൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചൊന്ന് ചുമ്മാ നടന്നിട്ട് വരാം. രാവിലെ ആയതുകൊണ്ട് നല്ല കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല സഫോക്കേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം നമുക്ക് ബ്രീത്ത് ചെയ്യുന്ന ബുദ്ധിമുട്ട് വരും. അപ്പം അത് ഇപ്പം തന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും.
രാവിലെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങിയ സമയത്തൊക്കെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. എണീറ്റപ്പം പിന്നെ ഒന്നും ആ അപ്പുറത്തെ മലയോ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് കുറച്ച് കുറഞ്ഞു. ലൈഫിൽ ആദ്യമായിട്ട് ഹോഴ്സ് റൈഡ് ചെയ്യുന്നത് എൻ്റെ കാശ്മീർ ട്രിപ്പിലാണ്. അതൊക്കെ ഞാൻ കാണിക്കാമേ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്, അതൊക്കെ കാണിക്കാം. അപ്പം ഞങ്ങൾ ഇങ്ങനെ കയറിയതായിരുന്നു. പക്ഷേ അന്നേരം അവർ പറഞ്ഞു എന്തായാലും ഇവിടുന്ന് തന്നെ ഫുഡും കഴിച്ചിട്ട് പോകാം. ഫുഡ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ പോകാം. പിന്നെ നമ്മൾ വേറൊരിടത്ത് നിർത്തി അത്രയും ടൈം സ്പെൻഡ് ചെയ്യണ്ടല്ലോ. ഓൾറെഡി ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഉള്ള സമയമെല്ലാം പോയി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചാൽ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വയറൊക്കെ നിറച്ചിട്ട് ഇറങ്ങാൻ വെച്ചു. അപ്പം ഇത് കാശ്മീരിലെ പെഹൽഗമാണ്. ഇന്ന് പെഹൽഗമാണ് കാണാമെന്ന് വിചാരിച്ചത്. അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂടെ പോരൂ പറഞ്ഞേ. അപ്പം രാവിലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. പക്ഷെ കാറിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഒരാശ്വാസം കിട്ടി. പുറത്തെ തണുപ്പിൻ്റെ അത്രയും കാറിനകത്ത് നമുക്ക് ഫീൽ ചെയ്തില്ലല്ലോ. കണ്ടോ, ഇവിടെ ഒക്കെ സ്നോഫാൾ സമയമാകുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ള് സ്നോ ആയിരിക്കും. അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തിരിച്ച് ജമ്മുവിൽ വന്നതിന് ശേഷമാണ്. ഇവിടെയും ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പ് ആയി തുടങ്ങി. ഇപ്പം നവംബർ 7 അപ്പം ഇപ്പം തന്നെ ഇവിടെയും തണുപ്പായി തുടങ്ങി. അപ്പം ആ ഒരു എഫക്റ്റിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഇവിടെ എനിക്ക് ഇപ്പം തന്നെ നമുക്ക് ശ്വാസം മുട്ടലും, അതായത് ആ തണുപ്പ് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. അപ്പം പെഹൽഗമിൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വേറെ സ്ഥലം കാണാൻ പോകാമെന്ന്. അപ്പോൾ അവർ ഒരു ഹോഴ്സ് റൈഡിനാണ് കൊണ്ടുപോയത്. അപ്പം അതാദ്യമേ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഹോഴ്സ് റൈഡിങ് ഒക്കെ, അതായത് അവർ നമ്മുടെ കയ്യിൽ പറയുന്ന പൈസയ്ക്കുള്ള റൈഡ് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അവസാനം പറഞ്ഞ് ഓക്കെ ആക്കി. അങ്ങനെ ഞങ്ങൾ ഹോഴ്സ് റൈഡിന് കയറി. അപ്പോൾ ഞങ്ങൾക്ക് ചോദിച്ച എമൗണ്ട് 3000 രൂപ ചോദിച്ച് ലാസ്റ്റ് പറഞ്ഞു 1500 ആണ് നമ്മൾ ഫിക്സ് ചെയ്തത്. അപ്പോൾ എത്രത്തോളം നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നു അവരത്രയും നമ്മുടെ പുറകെ നടക്കും. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു പോയാലും നമ്മുടെ പുറകെ നടന്നിട്ട് അവസാനം അവർ നമ്മൾ പറയുന്ന റേറ്റിന് അവർ ഓക്കെ ആവും. സത്യത്തിൽ അതാണ് കറക്റ്റ് റേറ്റെന്ന് തോന്നുന്നു. 1500 കറക്റ്റ് റേറ്റെന്ന് തോന്നുന്നു. പക്ഷെ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് തോന്നി അയ്യോ, എന്താ പറയുന്നത്, കൊടുത്ത പൈസയ്ക്ക് 1 രൂപയ്ക്ക് പോലും ഒരു നഷ്ടമില്ല കേട്ടോ. അത്ര നല്ല റൈഡായിരുന്നു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഓൾമോസ്റ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. കാരണം ഒന്നാമത് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നല്ല കുന്ന് വഴിയാണ് കയറുന്നത്. അപ്പം അത് കാണുമ്പം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതായത് ഇങ്ങനെ കുത്തനെ കിടക്കുന്ന ഒരു കുന്നിലാണ് ഇതിങ്ങനെ കയറി പോകുന്നത്. നമ്മൾ വിചാരിക്കും പുറമോട്ട് വീഴുമോ, തിരിച്ചിറങ്ങി വരുമ്പോൾ ഏറ്റവും വലിയ ഭയം തോന്നുന്നത്. കാരണം മുമ്പോട്ട് വീഴുമോ പുറമോട്ട് വീഴുമോ ഒന്നും അറിയത്തില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ ഫിക്സ് ചെയ്ത് കയറി. ഞാൻ കണ്ടു അവിടെ 2 കുതിര കൊണ്ടുപോകുന്നത് ഒരാളാ.
നമ്മളെ താഴെ തന്നെ ഇടും. ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങുന്ന ചിരിയാ, അങ്ങ് മേളിൽ കയറുന്നവരെ ചിരിച്ച് പണ്ടാരം അടങ്ങി, സന്തോഷിച്ചിട്ടില്ല, പേടിച്ചിട്ട്. കാരണം ഇപ്പം സ്ട്രെയിറ്റ് റോഡാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ റോഡിൽ കൂടെ നമ്മൾ മലയിൽ കയറുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവർ തമ്മിലുള്ള ഡിസ്കഷനൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. കാശ്മീരി ലാംഗ്വേജും കൂടെ അല്ലേ. ഹിന്ദി ആണെങ്കിൽ കേട്ടാലെങ്കിലും എന്തെങ്കിലും അവിടെ ഇതിലേക്കൂടെ പോയേനെ. പക്ഷേ ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനത്തെ റോഡ് വഴി നമ്മൾ ഈ സ്ഥലമെല്ലാം കാണിക്കാനാണെന്നാണ് എൻ്റെ വിചാരം. കുറച്ച് കഴിഞ്ഞ് ഈ സ്ഥലമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വിച്ചു പറയുന്നത് അതല്ല, മലയുടെ മണ്ടയിലോട്ടാണ് ഇങ്ങനെ കയറാൻ പോകുന്നതെന്ന്. എന്നിട്ടും എനിക്കതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാവുന്നില്ല. മലയുടെ മണ്ടയിൽ കൂടെ ഒക്കെ ചിലപ്പം ഇങ്ങനെയൊക്കെ റോഡ് പോലത്തെ വഴി കാണും, അത് വഴിയായിരിക്കും പോകുന്നതെന്നാണ് എൻ്റെ വിചാരം. എൻ്റെ അമ്മേ, ഞാൻ സത്യമായിട്ട് നല്ലോണം പേടിച്ചു. അങ്ങോട്ട് കയറാൻ നേരം, ഇങ്ങോട്ട് ഇറങ്ങാൻ നേരവും നന്നായിട്ട് പേടിച്ചു. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം മനസ്സിലൊരിതുണ്ട്, ഇതുവരെ വന്നവരാരും മോശം ഒരു അഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളത്. രാധയും ഹർഷും ഒക്കെ അങ്ങ് പോയി. വൈകിക്ക് വളവ് തിരിഞ്ഞപ്പോ ഒരു പേടി. എനിക്ക് നല്ല വീഴുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഒരു ബാലൻസ് ആയില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ബാലൻസ് ആവും. പക്ഷെ ബാലൻസ് ആകുമ്പോഴത്തേക്ക് ഇവർ ഈ കുത്തൻ ഇങ്ങനെ കയറാൻ തുടങ്ങും. ഈ സ്ഥലമൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം ഫുള്ള് മഞ്ഞായിരിക്കും. അപ്പം ഇത് ഏറ്റവും ടോപ്പിലാണ്. അപ്പം നല്ല മഞ്ഞ് വീഴുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇതിപ്പം വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ അവിടെ മഞ്ഞ് വീഴ്ച സ്റ്റാർട്ട് ചെയ്ത് കാണും. ഡിസംബർ ആകുമ്പോൾ ഫുള്ള് മഞ്ഞാവും. बहुत अच्छा है. കൈ മരവിച്ചു. ഇപ്പൊ ബഹുത്ത് അച്ചാന്നൊക്കെ പറയുന്നത് ഇത് കഴിഞ്ഞ് ഞാൻ ഇവരെ മനസ്സിലാവും. കാരണം കൂടെ പോവാന്നുള്ളത് എന്റെ ധാരണ. ഇപ്പോഴും മലയിലാണെങ്കിലും ഇങ്ങനത്തെ റോഡാണ് കോട്ടേജ് കേട്ടോ എന്റെ ധാരണ. ഓഫ് റോഡ്. എന്റെ അമ്മ, അയ്യോ എനിക്ക് പേടി. ഇത് നല്ല പിടിച്ചിരുന്നേ പറ്റൂ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. എടേ സൈഡ് വെച്ചെടുക്കണം. നോക്ക്, മനസ്സിലായി. കൊറേ പിള്ളേരെ കണ്ടോ, കാശ്മീരി പിള്ളേർ. Good. സ്ഥലമാണ്, കേറി പോകുന്ന സ്ഥലമാണ്. കണ്ടോ, കേറി വന്നത് അവിടെ. അങ്ങോട്ടാ കേറി പോകുന്നത് കേട്ടോ. അമ്മേ, ഇതിനകത്ത് കിട്ടാൻ നല്ല റിസ്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വിളിച്ചിട്ട് വീട്ടിലെടുക്കാം. കേറി പോകുന്ന വഴിയുണ്ടോ? എന്തായാലും എനിക്ക് തോന്നുന്നില്ല മനുഷ്യനെ കൊണ്ട് ഇത്രയും സ്പീഡിൽ കയറി പോകാൻ പറ്റുമെന്ന്. പക്ഷെ കഷ്ടം, അത് കയറി പോകുന്നുണ്ട്.
അതിന് ശീലമുണ്ട്, അതുകൊണ്ടാണ്. അയ്യോ, ഇതുമല്ല എൻ്റെ ദൈവമേ, എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിന് ഓഫ് റോഡ് അവർ കൊണ്ടുപോയത്. കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കുറേ പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു. എൻ്റെ അമ്മ ഇതുവരെ കയറാൻ അതിന് അറിയാം ഇതുവഴി കയറണമെന്നൊക്കെ, എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ അറിയാം കേട്ടോ. കറക്റ്റ് വഴി അവിടെ എവിടെ കൂടെ ഒക്കെ റൂട്ടുണ്ടെങ്കിലും അതിനറിയാം എവിടോട്ടാ പോകുന്നത്. കണ്ടോ അവിടെ സൗണ്ട് കേൾക്കുന്നത്? ഇത് നല്ല ഹൈറ്റാണ്, അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാനങ്ങ് ചെന്നിട്ട് വീഡിയോ എടുക്കാം. അവിടെ കയറുന്നുണ്ടോ? ഇപ്പൊ ജസ്റ്റ് ഒന്ന് സൈഡായപ്പോ എടുത്തേ. ഓക്കെ, ഞാൻ പിന്നെ എടുക്കാൻ ഇല്ല. ഇത് കാശ്മീരി പോയിന്റ് ആട്ടോ. അവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കും. എൻ്റെ അമ്മേ, ഇതുവഴിയാ ഞങ്ങൾ ഇറങ്ങി വന്നു. പറ്റത്തില്ല, അവിടെ വെച്ചെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ വെച്ച് കുഴപ്പമില്ല, അത്രയ്ക്ക് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇതിൻ്റെ താഴെ വീണ ചത്ത് പൊട്ടി പോലും കിട്ടത്തില്ല. അവർ വീഴുന്നില്ലെന്നൊക്കെ പറയുന്നു, പക്ഷെ ഇതുവരെ ആരും വീണിട്ടില്ലെന്നൊക്കെ പറയുന്നു. നമ്മൾ പേടിച്ച് അതിനെ തള്ളിയിടാതിരുന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. നമ്മൾ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി തള്ളിയിടാതിരുന്നാൽ മതി, ഒരു ബാലൻസ് കിട്ടി അങ്ങനെ ഇരിക്കാന്നൊക്കെ പറയുന്നത് തമ്പുരാനറിയാം. ഇത് 1.5 മണിക്കൂർ കൊണ്ടാണ് കയറിയത്. 1.5 അല്ലെന്ന് എനിക്ക് തോന്നുന്നു, ഇപ്പം എനിക്ക് അത്ര ഓർമ്മയില്ല. 1.5 മണിക്കൂർ കൊണ്ടാണ് കയറിയത്. പക്ഷേ ആ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കുത്തനെ കിടക്കുക. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കണ്ടല്ലോ, നിങ്ങൾ തന്നെ കണ്ടല്ലോ. അപ്പം മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ടോപ്പിൽ വന്നു. ഇവിടുത്തെ ടോപ്പിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റ് ആട്ടോ ഇത്. അതായത് നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റും ഒക്കെ ഉള്ളൊരു അടിപൊളി വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ കണ്ടത് കുഞ്ഞു മുയലിനെയൊക്കെ കൊണ്ടുവന്നു. പക്ഷെ നമ്മൾ അതിനെ എടുത്താലോ ഒക്കെ അതിന് പൈസ കൊടുക്കണം. അപ്പം ഞങ്ങളങ്ങനെ അതിനെയൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞ് വൈകതാണ്ട് ഒരു ബോൾ പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ റോൾ ചെയ്യുന്നു. ഞങ്ങൾ ആന്ന് പറഞ്ഞു, മോളെ അതിനകത്ത് കയറൽ നിനക്ക് പേടിയാവും ആന്ന് പറഞ്ഞു. അവൾ കേട്ടില്ല, അവൾ കയറിയേ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനും പ്രതീക്ഷയിൽ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകുന്നു. പക്ഷെ കുഞ്ഞ് നന്നായിട്ട് പേടിച്ചു. അതിൻ്റെ എത്ര പറഞ്ഞിട്ട് കേട്ടില്ല, അവൾക്ക് കയറിയേ പറ്റും. പോട്ടെ കേട്ടോ. ഇനി അത് അമ്മ അന്നേരം പറഞ്ഞല്ലേ മോളെ അതിക്കേറെ പേടിക്കുന്നു. Bagus.
തിരിച്ച് പാൻ തുടങ്ങി. നമ്മൾ ടപ്പേന്ന് വെഞ്ചിടിക്കാൻ തുടങ്ങി. കാരണം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തിരിച്ച് ഈ കുതിരപ്പുറത്ത് പോകുന്നവരെ കണ്ടായിരുന്നു. കാരണം ഈ കുത്തനെ ഇറങ്ങുമല്ലേ, അപ്പോൾ നമ്മുടെ ടെൻഷൻ കൂടും. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വൈക വിച്ചുവിൻ്റെ അടുത്തായതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നമില്ല. ആദ്യമേ എൻ്റെ അടുത്ത് കേട്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അമ്മമാരുടെ അടുത്ത് ഇരുത്തണ്ട, കാരണം അവർക്ക് അറിയാൻ തോന്നുന്നു. നമ്മളൊക്കെ അമ്മ കുറച്ചുകൂടെ ടെൻഷൻ അടിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചു പോകും. ഈ നടക്കുന്ന കുറേ നേരം ആദ്യത്തെ കുറച്ച് പോർഷൻ ഇങ്ങനെ നിരപ്പായ റോഡാണ്, കല്ലൊക്കെ ഉണ്ടെങ്കിലും നിരപ്പായ റോഡാണ്. പിന്നെ അങ്ങോട്ട് ഒരു ഇറക്കമായില്ല പൊന്നെ, എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വിച്ചു ഇടയ്ക്കൊക്കെ എടുത്ത വീഡിയോ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള നേരമുള്ള പാത വരുമ്പോൾ ഞാൻ എടുക്കും. ഇച്ചിരി ഇറക്കമാണ്, അതായത് കുതിര നന്നായിട്ട് ചരിഞ്ഞ് നിന്ന് ഇറങ്ങും. അപ്പം നമ്മൾ പുറമോട്ട് ആഞ്ഞില്ല. ഞാൻ അവിടെ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ക്ലിയർ ആവുന്നില്ല. കണ്ടോ, ഇത്രയും കുത്തനെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇത് ഇങ്ങനെ ലാസ്റ്റ് വന്നതിന് ശേഷം എടുത്ത കേട്ടോ, ടോപ്പിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നേരെ സ്ട്രെയിറ്റ് നമ്മൾ നേരെ കുതിര ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. അപ്പം ഈ രണ്ട് കൈയും എനിക്ക് അതിനകത്ത് പിടിക്കാതിരുന്നാൽ ഞാൻ മുമ്പോട്ട് വീഴും. അപ്പം ഇങ്ങനെ താഴെ വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നത്. അയ്യോ, ഇത് സത്യം പറഞ്ഞാൽ ഇത്ര വരെ എക്സ്പീരിയൻസ് ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് അത്രയും എന്താ പറയുക മൂല്യമുള്ള ഒരു കാര്യം ചെയ്തത് ഇപ്പോഴാണ്. അത്ര നല്ല ഒരു റൈഡായിരുന്നു, ഒരു അഡ്വഞ്ചറസ് റൈഡായിരുന്നു. ഇവിടെ കാശ്മീർ പോകുമ്പോൾ എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. പെഹൽഗാമിൽ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകണേ. കണ്ടോ, എന്ത് രസമുണ്ടല്ലേ കാണാൻ. ഞങ്ങൾ ഇങ്ങനെയുള്ള കുറേ സ്ഥലത്ത് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാ സ്ഥലങ്ങളും കാണാൻ നല്ല ഭംഗിയാണ്. എവിടെ നോക്കിയാലും വ്യൂ പോയിന്റ്സ് ആണ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടവും ഇറങ്ങി കാണാനായിട്ട്. അപ്പോൾ അവിടെ ഒരു വെള്ളം ഒഴുക്കുള്ള സ്ഥലമുണ്ട്. കുറച്ച് ഡിസംബർ മാസമാകുമ്പോൾ അവിടെ സ്നോഫോളൊക്കെ ആയിട്ട് വെള്ളം കട്ടിയാവുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നല്ല ഒഴുക്കൊക്കെ ഉള്ള സമയം. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി കുറേ നേരം അവിടെ നിന്നു, ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ഫോണോ അന്നേരത്തേക്ക് ഓഫായി കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന വീഡിയോസൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് എൻ്റെ ഫോണൊക്കെ ഓഫായി. പിന്നെ വിച്ചുവിൻ്റെ ഫോണിലും അവിടെ ഉള്ളവരുടെ ഫോണിലും ഒക്കെ വീഡിയോസൊക്കെ എടുത്തു. ഈ വെള്ളത്തിൽ കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ക്യാമറ നോക്ക്. ഇവിടെ എല്ലാം ഞാൻ ഓൾമോസ്റ്റ് 90% വീടുകൾക്കും പെയിൻ്റ് അടിച്ചിട്ടില്ല. കട്ടകൾ വെച്ചിട്ട് മാത്രം കുറച്ച് വീടുകൾക്കേ ഉള്ളൂ മഞ്ഞ പെയിൻറ്റോ എന്തെങ്കിലും അടിച്ചേക്കുന്നത്. ബാക്കിയെല്ലാം ഇങ്ങനെ കട്ട വെച്ചേക്കും കേട്ടോ. പിന്നെ സ്നോഫോളൊക്കെ ഉണ്ട്, കൺസ്ട്രക്ഷനൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട ഒരു സ്ട്രീറ്റ് ഷോപ്പിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. ഫുഡ് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോയുടെ കാര്യം പറയുന്നത്. അപ്പം ഐക്ക് അവിടെ വെള്ളമൊക്കെ മറിച്ചിട്ടതാണ്ടോ, വെള്ളമൊക്കെ മറിച്ചിട്ട് കുളമാക്കി.
अपन टच हो गए। इस रूट में तो बहुत घूम लिया मैं। और यहाँ पे आप इसके लिए जाते हैं जम्मू का ये क्या जम्मू वाले क्या रे नहीं जम्मू वाले शाम को नहीं निकलता। ये अभी जा रहे ओल्ड एयरपोर्ट में। हाँ വണ്ടിയുടെ പോയിട്ട് നാളെ രാവിലെ പോകും योगी നാളെ രാവിലെ അവിടെ പോകും. പാലക്കാട് ജമ്മു പോകും हाँ ബുള്ളറ്റ് ട്രിപ്പ് തന്നെ. बुलेट प्रूफ। ഓ ഇതിങ്ങനെ എല്ലാം ഗ്രൂപ്പായിട്ട് അങ്ങോട്ടാ പോകുന്നത്. ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാര് वहाँ से ओरिगन थामा रखते थे। ओरिगन थामा रखते रहते थे। പ്രത്യേക प्रत्येक गाड़ी यहाँ ഓ ഒരുപാടുണ്ടല്ലോ അവിടെ ഇങ്ങനെ. പക്ഷെ ജമ്മുവിൽ ഇങ്ങനെ ഓരോ വണ്ടിയൊക്കെയാണല്ലോ പോകുന്നത്. ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് ഇവിടുന്ന് താഴോട്ടല്ലേ ഭയങ്കര ഇപ്പൊ പോയി അങ്ങ് ഓടി കിടക്കും രാവിലെ പിള്ളേരായിട്ട് പോകും അറ്റാക്ക് നടക്കുന്ന ഏരിയ അല്ലേ. ഇവിടെ ഏറ്റവും പെട്ടെന്ന് चलता है क्या अरे ये उड़ी भी അങ്ങ് മണ്ടേ വരെ ഇതിന്റെ ये आ गया ट्रांजिट कैंप। ഇവിടെ നമ്മൾ നിൽക്കുന്നില്ല 200 साल ट्रांजिट कैंप। ये फिनिशिंग के अंदर। ഇത് ട്രാൻസിറ്റ് ക്യാമ്പ്. जैसे कल गाड़ी नहीं दिखी थी। ജമ്മുന്ന് ആദ്യം വരുന്ന ഇങ്ങോട്ടല്ലേ. ആ പോസ്റ്റിംഗ് മാറി വരുമ്പോ എന്താ പോസ്റ്റിംഗ് മാറി വരുമ്പോഴോ ये देखो ये 15 है। ഇതിന്റെ അകം കാണാൻ പറ്റത്തില്ലേടെ. डीपी के अंदर। है ना അങ്ങനെ ഞങ്ങൾ ആപ്പിൾ തോട്ടം കാണാൻ വന്നതാണേ. ഞാൻ ആപ്പിൾ മരം ആദ്യമായിട്ടാണോ കാണുന്നത്, നേരത്തെ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. അപ്പോൾ ആ വന്ന ഫാമിലിക്ക് ഫോട്ടോ എടുത്തു കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ വെച്ച് ഫോട്ടോ എടുത്തു കൊടുക്കായിരുന്നു. അപ്പോൾ കണ്ടോ ഫുൾ ആപ്പിളാണ്, കാണാൻ തന്നെ എന്ത് രസമുണ്ട്. ആപ്പിൾ ഉണ്ടോ? ഫ്രഷ് ആപ്പിളാട്ടോ. ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിപ്പം ക്യാമറ കാണുമ്പോഴേ വൈക പോസ് ചെയ്ത് തുടങ്ങും. വൈകമൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ആപ്പിൾ. അവൾക്ക് വേറെ എന്ത് കൊടുത്താലും ആപ്പിൾ കൊടുക്കുന്നതിൻ്റെ അത്രയും അവൾ ഹാപ്പി ആകത്തില്ല. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അതിങ്ങനെ മരത്തിൽ നിൽക്കുന്ന കണ്ടപ്പം എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അമ്മ നമുക്കെല്ലാം പറിച്ചുകൊണ്ട് പോവാം എന്നൊക്കെ പറയുമായിരുന്നു. ഫ്രഷ് ആപ്പിൾ നമുക്കവിടുന്ന് എത്ര വേണമെങ്കിലും പറിച്ച് കഴിക്കാം കേട്ടോ. ഞങ്ങൾ ഒത്തിരി പറിച്ച് കഴിച്ചു. പിന്നെ അവിടുന്ന് കുറേ വാങ്ങിക്കൊണ്ടൊക്കെ വന്നു. ഇതെല്ലാം ആപ്പിൾ തോട്ടമാണ്. ഇതിൻ്റെ അപ്പുറത്ത് പിയറിൻ്റെ തോട്ടം അങ്ങനെ എല്ലാം ഉണ്ട്. ഈ മരം കണ്ടോ ഫുള്ള് റെഡായിട്ട് ഇരിക്കുന്നുണ്ട്.
ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് 2016 വിച്ചുവിന് ശ്രീനഗറായിരുന്നു പോസ്റ്റിങ്. അപ്പം വിച്ചു ഇങ്ങനെ വിളിക്കുമ്പം കാണിക്കും. അപ്പോൾ എനിക്ക് കൊതിയാവും. ഞാൻ അന്നേരം പറയും എന്നെയും കൂടെ കൊണ്ടുപോകണേടെ, എനിക്ക് വരുമ്പോൾ ഇതൊക്കെ പറിക്കാമല്ലോ എന്ന്. ഇതേണ്ടോ, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എനിക്കിങ്ങനെ നേരിട്ട് കാണാൻ പറ്റി. ഇതെന്തോ കിളി കുത്തിയതാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളൊക്കെ 200-നും 250-നും 300-നും വാങ്ങിക്കുന്ന ആപ്പിൾ അതാണ്ടോ ഇവിടെ പൊഴിഞ്ഞു വീണു പോവാ. കണ്ടോ, ഉച്ചയായി, ഏതാണ്ട് 3 മണിയോളം ആയി. ആപ്പിൾ ജ്യൂസ് കൊള്ളാമോ? ഉച്ചക്കൊരു 3 മണിയായി. എന്നിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, അതോ നല്ല ടേസ്റ്റാട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആപ്പിള് ഒത്തിരി ഡ്രൈ ആയിട്ടല്ലേ, അപ്പോൾ പാക്കേജിങ് ഒക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞല്ലേ വരുന്നത്. ഇത് നേരിട്ട് പറിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കടിക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നു. അത്ര നല്ല ടേസ്റ്റാട്ടോ. വീടിക്കകത്ത് കാണാൻ പറ്റില്ല, പക്ഷെ കണ്ടു ഭയങ്കര ജ്യൂസിയാ, നല്ല ജ്യൂസിയാ. നമ്മുടെ അവിടെ വരുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും, പക്ഷെ ഇത് കണ്ടോ നല്ല ജ്യൂസിയാ. How's the apple? कैसे है एप्पल? बहुत टेस्टी है. हाँ, ആപ്പിൾ ജ്യൂസ് അവർ കൊണ്ടുതരും നമുക്ക്. താങ്ക് യു ഭയ്യ. കണ്ടോ നല്ല രുചിയുണ്ട്. ആപ്പിൾ തോട്ടത്തിൽ നിന്നാണ് കാരണം 2 സൈഡും ഇങ്ങനെ ഗാർഡൻ പോലെ നിർത്തിയപ്പോ. നല്ല ഉച്ചയല്ല കേട്ടോ, 3 മണിക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു. സമയം നോക്കട്ടെ, 3:47 4 മണിയായി. ഇയാളുടെ പോസ്റ്റിംഗ് ഇവിടെ അല്ലായിരുന്നോ? വേറെ ഒരുപാടുണ്ടോ അല്ലേ? ഒരേ ഏരിയ വെച്ചിട്ടല്ലേ ട്രാൻസിറ്റ് ക്യാമ്പ്? 216 ട്രാൻസിറ്റ് ക്യാമ്പ്. ജയിലാ? ഓ, ഇവിടെ പെർമനന്റ് പോസ്റ്റിംഗ് ഉള്ള ആൾക്കാരുണ്ടോ? ഓക്കെ, അല്ല എന്നാലും ഉണ്ട്. 4 കിലോമീറ്റർ. ट्रांसिट कैंप. इधर भी होता है क्या? अच्छा होता है क्या? यहाँ बहुत बाढ़ आया था. അങ്ങനെ ഞങ്ങൾക്ക് ആ ദിവസത്തെ സ്റ്റേ ശ്രീനഗറായിരുന്നു. ആ ദിവസം എന്നല്ല, 4 ദിവസത്തേക്ക് ഞങ്ങൾക്ക്, പിന്നീടുള്ള 4 ദിവസത്തേക്ക് ഞങ്ങൾക്ക് സ്റ്റേ ശ്രീനഗറായിരുന്നു. അപ്പം അവിടെ എത്തി, ഓൾമോസ്റ്റ് അവിടെ എത്തി. ചായ ഞാൻ കേട്ടിട്ടുണ്ട്. കാവ കശ്മീരി മറ്റേ മസാലാസ് എല്ലാം ഇട്ട ചായ, അതായത് മസാല ചായ അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത്. അങ്ങനെ ശ്രീനഗറില് റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂം. 4 ദിവസത്തേക്ക് ഞങ്ങൾ ഇവിടെയാണ്
സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും എല്ലായിടവും പോയി വരുന്നത്. ടയർഡായോടാ? വാടാ ചായ കുടിച്ചിട്ട്. Kajte. ഞങ്ങളുടെ അവിടെ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് റൂമിൽ നിന്ന്. ഇന്ന് വേറെ എങ്ങും പ്ലാനില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കറങ്ങി ഫുഡൊക്കെ അടിച്ച് തിരിച്ചു വരാമെന്ന് വെച്ചു. ഇപ്പം ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത്. കുഞ്ഞിനെ കണ്ട് തൊട്ടേ അത് വാങ്ങിക്കട വൈകി. എനിക്ക് വേണ്ടിയാ, പക്ഷെ ഞാൻ എടുക്കും. അങ്ങനെ ഈ കടയിൽ നിന്ന് കുറച്ച് ക്യാപ്പൊക്കെ വാങ്ങിച്ചു വൈകിക്ക്. കാരണം അവൾക്ക് 2-3 ഞാൻ കൊണ്ടുവന്നായിരുന്നു. ഒരെണ്ണം നല്ല കട്ടിയുള്ള ഒരെണ്ണം അവൾ വണ്ടി ഇരുന്ന് ഒമിറ്റ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കൈ കൂടെ ഒമിറ്റ് ചെയ്ത് അങ്ങനെ അത് മൊത്തം പന്നലായി. അതുകൊണ്ട് അവൾക്ക് ഒരെണ്ണം വേണമെന്ന് ഭയങ്കര വാശി പിടിച്ച് അതുകൊണ്ട് അവൾക്ക് ഒരെണ്ണം വാങ്ങിക്കൊടുത്തതാണ്. ഒരു ക്യാപ്പ്, ഒരു പിങ്ക് ക്യാപ്പ്. ഞങ്ങൾ തണുപ്പ് സഹിക്കാൻ വയ്യാതെ എന്തായാലും ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് നടന്നാൽ മതിയെന്ന് വിചാരിച്ച്. ഇതൊരു ഡബിൾ ഡക്കർ ബസ്സാട്ടോ. അപ്പോൾ ബസ്സിൻ്റെ മേളിലാണ് അവർ സെർവ് ചെയ്യുന്നതൊക്കെ, താഴെ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഡബിൾ ഡക്കർ ബസ്സാണ്. ഈ ബസ്സിൻ്റെ താഴെ അവർ കോഫിയും ചായയും പിന്നെ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും എല്ലാം, മേളിൽ ഇരിക്കാനുള്ള സ്ഥലമെല്ലാം ഉണ്ട്. അപ്പോൾ നല്ല ആംബിയൻസ്, നല്ല രസമുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ അവിടെ നിന്നൊരു കോഫി കുടിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയമായില്ല, വിചാരിച്ച് കുറച്ചുകൂടെ ഒക്കെ കറങ്ങിയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കോഫി ഒക്കെ കുടിച്ചു. ചുമ്മാക്ക് എന്താ വേണ്ടേ? ഇവിടെ മാഗി കിട്ടത്തില്ല. അവിടുത്തെ സത്യത്തിൽ ഇതൊന്നും കഴിച്ചില്ല. മാഗിയും കഴിച്ചില്ല, ബർഗറും കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. കോഫി മാത്രമേ കുടിച്ചുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറേ കറങ്ങി തിരിച്ച് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല അവിടുന്ന് ഇവർ ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് ബർഗറൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഒരു KFC കയറി. അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു KFC ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് പിള്ളേർക്ക് 2 പേർക്കും ബർഗർ വാങ്ങിച്ചു. പിന്നെ ഞാനൊരു റാപ്പാണ് വാങ്ങിച്ചേട്ടോ. എനിക്ക് ചിക്കൻ റാപ്പ് മതിയെന്ന്. അങ്ങനെ ഞാൻ റാപ്പും കഴിച്ചു. പിന്നെ ഒന്നും കഴിച്ചില്ല, കോഫി മാത്രം മതിയെന്നു. പിന്നെ ഒരു കോഫി കുടിച്ചു. പിന്നെ അങ്ങനെ
അന്നത്തെ ഫുഡ് അങ്ങനെ രാത്രിയുടെ ഫുഡ് കഴിഞ്ഞു. കൊള്ളാമോടാ? അങ്ങനെ അന്നത്തെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് ഞങ്ങൾ താൻ്റെ റൂമിലെത്തി. അപ്പം ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. ഇനി നാളത്തെ വീഡിയോ അടുത്ത 3rd പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു, സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ബൈ ഫ്രം അവർ സൈഡ്. ഓക്കെ, ബൈ, സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.